ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. മുഴുവൻ ജില്ലകളിലും ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. പ്രതീഷ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലേർട്ടുണ്ട്, യെല്ലോ മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്? വിജയകുമാർ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും പുതുതായി നൽകുന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഈ പ്രധാനമായും എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 3 ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ കനക്കുന്നത്. ഇന്ന് മധ്യ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇതിനു പുറമെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ന്യൂനമർദ്ദം ഒഡീഷ, ആന്ധ്ര, ബംഗാൾ ഉൾക്കടലിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്വാധീനം കൊണ്ടാണ് വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നത്. തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രത തീരമേഖലയിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിജയകുമാർ. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ബാക്കി 9 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും മഴ തുടരും. തിങ്കളാഴ്ചയോടെ ഈ മഴ കുറച്ച് കുറയും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ വരുന്നത് വ്യക്തമാക്കുന്നത്. ന്യൂനമർദ്ദ സാഹചര്യം ശക്തമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഈ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വലയ്ക്കുന്ന കുരുക്ക്. യാത്രക്കാർക്ക് തീരാ ദുരിതം സൃഷ്ടിച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ 5 കിലോമീറ്ററാണ് മണിക്കൂറുകളോളം അഴിയാക്കുരുക്കുണ്ടായത്. ഗതാഗത കുരുക്ക് ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്നും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30-ക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മണി 10 കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളത് 3 വയസ്സേ ഉള്ളൂ. കുട്ടികളിൽ നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 4 മുതൽ 6 മണിക്കൂർ ഇങ്ങനെ നടുറോഡിൽ കുടുങ്ങിയവർ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും. പതിവായി ഗതാഗത കുരുക്കുള്ള പാതയിൽ ഇന്നലെ രാത്രി തടിലോറി മറിഞ്ഞതോടെ ഇന്ന് സ്ഥിതി അതിരൂക്ഷമായി. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്ര. ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ലെന്ന് ലോറി ഡ്രൈവേഴ്സ് പറയുന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഭാഗത്തായിരുന്നു രാത്രി മുതൽ വൻ ഗതാഗത കുരുക്ക്. പ്രശ്നം ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണവുമാണ് സാഹചര്യങ്ങൾ വഷളാക്കിയത്. ടോളുകളിൽ പണം പിഴിഞ്ഞെടുക്കാൻ കാട്ടുന്ന ആർജവത്തിന്റെ 10-1 മതി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ. പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ ഗുരുതരമാക്കി തീർക്കുമ്പോൾ പരാതിയുമായി പോകുന്ന സാധാരണക്കാരായ പൗരന്മാരാണ് പരിഹാസ്യരായിത്തീരുന്നത്. ക്യാമറമാൻ
ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ. പാലക്കാട് ആലത്തൂരിൽ ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ക്രോസ് റോഡ് അനുവദിക്കുന്നില്ല എന്നും നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുമാണ് ആരോപണം. പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. ആലത്തൂർ CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. കൊച്ചിയിലെ പ്രധാന റോഡുകൾ തകർന്ന നിലയിൽ. തമ്മനം പുല്ലേപ്പടി റോഡിൽ വാഴ നട്ടും ശയനപ്രദർശനം നടത്തിയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും റോഡ് നവീകരിക്കാനുള്ള നടപടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. തകർന്നു കിടക്കുന്ന തമ്മനം പുല്ലേപ്പടി റോഡിന്റെ ശാപമോക്ഷത്തിനു വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ശയന പ്രദക്ഷിണം. കൊച്ചിൻ കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ കണ്ണു തുറന്നു കാണണമെന്നാണ് ആവശ്യം. ഒരു ദിവസം ശരാശരി 5 പേരെങ്കിലും തമ്മനം പുല്ലേപ്പടി റോഡിൽ വീഴുന്നുണ്ട്. മഴയായതോടെ അത് ഇരട്ടിയായി. എല്ലാ ദിവസവും 2 വീലേഴ്സൊക്കെ ഉരുണ്ട് വീണുകൊണ്ടിരിക്കുക. ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല, പ്രായമായവർക്ക് പോകാനേ പറ്റുന്നില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ എല്ലാ ആഴ്ചയിലും ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കാറുണ്ട്. PWDയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അമൃത് പദ്ധതിക്ക് വേണ്ടിയെടുത്ത കുഴികളും ഇതുവരെ മൂടിയിട്ടില്ല. 24 കൊച്ചി. പത്തനംതിട്ട കോന്നി മ്ലാന്തടത്ത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. അമിത വേഗത്തിൽ വന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിന് വശത്തെ 2 വീടുകളുടെ മതിൽ തകർത്തു. അപകട സമയത്ത് ബസ്സിൽ 10ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ വൻ ഗതാഗത കുരുക്ക്. മണിക്കൂറുകളാണ് ആളുകൾ വാഹനത്തിൽ കുടുങ്ങിയത്. ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റേതുൾപ്പെടെ 3 ദിവസത്തെ അടുപ്പിച്ചുള്ള അവധി ആഘോഷത്തിന് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് വൻ ഗതാഗത കുരുക്കിന് കാരണം. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഗതാഗത കുരുക്കിൽ ആനച്ചാൽ, പള്ളിവാസൽ, മാട്ടുപ്പെട്ടി, വട്ടവട റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങി. കിലോമീറ്ററുകൾ ദൂരമാണ് വാഹനങ്ങളുടെ നീണ്ട നിര. ബസ് സർവീസുകൾ 4 മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. മൂന്നാർ ടൗണിലേക്കെത്തുന്ന വാഹനങ്ങളുടെ ഗതാഗത തടസ്സം കൂടാതെ പുറത്തേക്ക് പോകുന്നതിനുള്ള സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ശാശ്വത ഗതാഗത നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ള ആവശ്യം. 24 ഇടുക്കി. കോഴിക്കോട് KSRTC മിന്നൽ ബസ് കുഴിയിൽ ചാടി യുവതിക്കു പരിക്കേറ്റു. ബസിന്റെ ബർത്തിൽ തലയിടിച്ച് യുവതി ബോധരഹിതയായി. തിരുവനന്തപുരം ബത്തേരി റൂട്ടിൽ കോഴിക്കോട് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മീനങ്ങാടി സ്വദേശിയായ യുവതിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടായി, ഒരാൾ പരിക്കേറ്റിട്ടും ബസ് നിർത്താൻ തയ്യാറായില്ല എന്നും ആക്ഷേപമുയർന്നു. യാത്രക്കാർ ബഹളം വച്ചതോടെയാണ് ബസ് നിർത്തി യുവതിക്ക് ചികിത്സ ലഭ്യമാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് 2 പേർ ഷോക്കേറ്റു മരിച്ചു. മുറ്റമടിച്ചു വരുന്നതിനിടെയാണ് കോഴിക്കോട് വടകര സ്വദേശി ഉഷയ്ക്ക് ഷോക്കേറ്റത്. തിരുവനന്തപുരത്ത് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരൻ രാഹുൽ വിജയൻ ഷോക്കേറ്റു മരിച്ചു. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് വടകര തോടന്നൂർ സ്വദേശി ഉഷ മരിച്ചത്. കനത്ത മഴയ്ക്കിടെ വീടിന് സമീപത്തെ മരം വീണ് ലൈൻ പൊട്ടിവീഴുകയായിരുന്നു. ഇതറിയാതെ രാവിലെ മുറ്റം അടിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒരു വലിയ മരം വീണിട്ട് ഇലക്ട്രിക് കമ്പി പൊട്ടുകയും അത് മുറ്റത്ത് വീണത് കിടക്കുകയുണ്ടായിരുന്നു. വിറ്റടിക്കാൻ രൂപത്തിൽ ഇറങ്ങിയപ്പോൾ ഈ കമ്പിയിൽ തൊടുകയും ഷോക്കേൽക്കുകയും ഉണ്ടായത്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് തിരുവനന്തപുരം ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരൻ നെയ്യാറ്റിങ്കര സ്വദേശി രാഹുൽ വിജയന് ദാരുണാന്ത്യമുണ്ടായത്. വാട്ടർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റതെന്ന് സൂചന. അബോധാവസ്ഥയിൽ കിടന്ന രാഹുലിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. പാലക്കാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. വടക്കഞ്ചേരി കരിപ്പാലി പാലം മുങ്ങി. പ്രദേശത്ത് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ചേർത്തു നിർത്തുമെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേത മേനോൻ 24നോട്. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരും.
തനിക്കെതിരായ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ മനസ്സു തുറന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ചേർത്തു നിർത്തും. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേ കരിയർ, ഒരേ ഫീൽഡിലാണ്, കലീഗ്സാണ്, ഫ്രണ്ട്സാണ്. ദേ ആർ മോസ്റ്റ് വെൽക്കം. ഇൻ കേസ് അവർക്ക് ഞാൻ അവിടെ പേഴ്സണലി അവരെ പോയിട്ട് വിളിക്കണമെങ്കിൽ ഐ വിൽ പേഴ്സണലി ഗോ. തന്റെ വിജയം വലിയ പോരാട്ടത്തിനൊടുവിലാണ്. തിരഞ്ഞെടുപ്പ് സമയത്തുയർന്ന പരാതി വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. കേസ് വിട്ടുകളയാൻ ഉദ്ദേശമില്ലെന്നും ശ്വേതാ മേനോൻ. പക്ഷേ ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കരുതുന്നില്ല. ഇത് ഞാൻ ശക്തമായിട്ട് ലീഗൽ വേ തന്നെ പോവും. ഇത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 24-നെയും നന്ദി പറയാണ്, എല്ലാ ന്യൂസ് ചാനൽസിനെയും നന്ദി പറയാണ്. സംഘടനയ്ക്കുള്ളിൽ വിഷയം ചർച്ചയാക്കാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും സജീവമാക്കി നിർത്തുന്നതായിരിക്കും അമ്മയുടെ ആദ്യ യോഗങ്ങൾ. 24 കൊച്ചി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ധാരണയാകാതെ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. ചർച്ചയിൽ പുരോഗതിയെന്നും തുടർ നീക്കം നാറ്റോ രാജ്യങ്ങളുമായി സംസാരിച്ച ശേഷമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്ളാദിമിർ പുടിനും വ്യക്തമാക്കി. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ച ശേഷം ട്രംപ് ചർച്ചകൾക്കായി വാഷിംഗ്ടണിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് കൂടിക്കാഴ്ച. യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ അന്തിമ ധാരണയാകാതെയാണ് അലാസ്കയിലെ ആങ്കറേജിൽ ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായി. സെലൻസ്കിയുമായി ഉടൻ സംസാരിക്കുമെന്നും ട്രംപ്. There's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. യുക്രൈനെ സഹോദര രാജ്യമെന്ന് വിശേഷിപ്പിച്ച പുടിൻ റഷ്യയ്ക്ക് ആശങ്കകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. രാജ്യസുരക്ഷയും സെലൻസ്കി സർക്കാരിനോടുള്ള എതിർപ്പും പ്രവിശ്യ കൈമാറ്റവും ഇതിൽപ്പെടും. സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ട്. അടുത്ത ചർച്ച മോസ്കോയിലെന്നും പുടിൻ. The situation in Ukraine has to do with fundamental threats to our security. Moreover, we've always considered the Ukrainian nation, and I've said it multiple times, a brotherly nation, however strange it may sound in these conditions. We have the same roots, and everything that's happening is a tragedy for us and terrible wound. Therefore, the country is sincerely interested in putting an end to it. അതേസമയം കൂടിക്കാഴ്ചയിൽ ഏതെല്ലാം വിഷയങ്ങൾ ചർച്ചയായെന്നോ ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്നോ ഇരു നേതാക്കളും വ്യക്തമാക്കിയില്ല. നിർണായക കൂടിക്കാഴ്ച 3 മണിക്കൂർ നീണ്ടു. ഭരിക്കുന്നത് ട്രംപ് ആയിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നുവെന്ന് പുടിൻ. വെടിനിർത്തലിനുള്ള കരാറുണ്ടാക്കാൻ സെലൻസ്കിക്ക് ട്രംപ് നിർദ്ദേശം നൽകി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ചൈനയ്ക്കുമേൽ ഉടനടി പിഴത്തീരുവ ചുമത്തേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇന്ത്യയുടെ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യക്ക് പിഴത്തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഉച്ചകോടിക്ക് ശേഷം ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകം ഉറ്റുനോക്കിയ ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ വിവരങ്ങൾ അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് നേരിട്ട് പ്രേക്ഷകരിലെത്തിച്ചു 24. ആങ്കറേജിൽ നിന്ന് തത്സമയ വാർത്തകളുമായി എത്തിയ ഏക മലയാളം ചാനൽ 24 ആയിരുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനും അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ഉച്ചകോടി ആരംഭിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും പ്രതിനിധി സംഘത്തോടൊപ്പം എത്തിയതു മുതൽ ചർച്ചകൾ അവസാനിപ്പിച്ച് ഇരു നേതാക്കളും മടങ്ങുന്നതുവരെയുള്ള വിവരങ്ങൾ അലാസ്കയിൽ നിന്ന് നേരിട്ടെത്തിച്ചു 24 പ്രതിനിധി മധു കൊട്ടാരക്കര. ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതായത് ഒരു കരാർ ആകുന്നിടം വരെ ഒരു കരാർ ആയി എന്ന് പറയാൻ സാധിക്കില്ല. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയുടെ ആദ്യ മണിക്കൂറുകൾ ഒപ്പിയെടുത്ത് ആദ്യമെത്തിച്ചത് മധു കൊട്ടാരക്കര. ഐ ആം കൗണ്ടിങ് ഓൺ യു. അമേരിക്കയെ കൗണ്ട് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് സെലൻസ്കിയുടെ ജനതയും. ഗസ വിഷയത്തിൽ ഉച്ചകോടി വേദിക്കരികിൽ നടന്ന പ്രതിഷേധങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും 24. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഈ നഗരത്തിന്റെ ഈ വ്യോമസേനാ കേന്ദ്രത്തിന്റെ മുമ്പിലും ഇതിന്റെ ചുറ്റുവട്ടത്തുമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതാദ്യമായാണ് ലോകമുറ്റുനോക്കിയ ഉച്ചകോടിയുടെ കവറേജിന് ഒരു മലയാള മാധ്യമത്തിന് അനുമതി നൽകുന്നത്. 24 പ്രേക്ഷകർക്ക് ലഭിച്ച അപൂർവ അവസരം. അലാസ്കയിലെ ആങ്കറേജിലെ വൈറ്റ് ഹൗസ് മീഡിയ റൂമിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.
ന്യൂസ് ഡെസ്ക് 24. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട SCRT കരട് കൈപ്പുസ്തകത്തിൽ തിരുത്തോട് തിരുത്തം. ബ്രിട്ടീഷുകാരെ ഭയന്നാണ് സുഭാഷ് ചന്ദ്രബോസ് രാജ്യം വിട്ടതെന്ന പരാമർശമാണ് വിവാദത്തിലായത്. ഈ ഭാഗം പിന്നീട് 2 തവണ കൂടി തിരുത്തേണ്ടി വന്നു. അധ്യാപകർക്കുള്ള കൈപ്പുസ്തകത്തിലാണ് ഗുരുതര പിഴവ് കടന്നുകൂടിയത്. കരട് കൈപ്പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്നായിരുന്നു പരാമർശം. പിന്നീട് തിരുത്തി പ്രസിദ്ധീകരിച്ചു. പക്ഷേ അതിൽ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്നായിരുന്നു പരാമർശം. ഇതോടെ വീണ്ടും തിരുത്തുവന്നു. 2ാം ലോക മഹായുദ്ധകാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ ജർമ്മനിയിലേക്ക് എത്തിയെന്നായിരുന്നു അവസാനത്തെ തിരുത്ത്. പിഴവ് സംഭവിച്ചതിൽ അന്വേഷണം നടത്താൻ SCRT തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ദുരന്ത സ്ഥലം സന്ദർശിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് 3ാം ദിവസവും ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഭീമൻ പാറക്കല്ലുകളും കടപുഴകിയ മരങ്ങളും വൈദ്യുത തൂണുകളും കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങി. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററും എത്തിച്ചിട്ടുണ്ട്. 80 പേരെ കാണാതായി എന്നാണ് വിവരം. ഇതുവരെ ദുരന്തത്തിൽ പരിക്കേറ്റ 200-ലധികം പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ദുരന്ത സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കാൻ പഠനം നടത്തുമെന്നും ഒമർ അബ്ദുള്ള അറിയിച്ചു. മച്ചയിൽ ദേവീക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരാണ് ദുരന്തത്തിൽ മരിച്ചവരിലേറെയും. 16 വീടുകളും സർക്കാർ മന്ദിരങ്ങളും 3 ക്ഷേത്രങ്ങളും പാലവും നിരവധി വാഹനങ്ങളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. 24 ഡൽഹി. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മുംബൈ അടക്കം 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വിക്രോളിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 2 പേർ മരിച്ചു. രാത്രി തുടങ്ങിയ പെരുമഴ രാവിലെയും ശമനമില്ലാതെ പെയ്തു. മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിക്രോളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 2 പേർ മരിച്ചു. 2 പേർ ചികിത്സയിലാണ്. റെയിൽവേ ലൈനുകളിൽ വെള്ളം കയറിയതിനാൽ ട്രെയിൻ ഗതാഗതം മന്ദഗതിയിലായി. മുംബൈ വിമാനത്താവളത്തിൽ റൺവേയിൽ വെള്ളം കയറിയതിനാൽ പല വിമാനങ്ങളും വൈകി. വിമാനത്താവളത്തിൽ എത്തും മുമ്പ് സർവീസ് ഉണ്ടാവുമോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനികൾ യാത്രക്കാരെ അറിയിച്ചു. രത്നഗിരി, റായ്ഗഡ്, മുംബൈ, താനെ, പാൽഗർ എന്നീ ജില്ലകളിലും റെഡ് അലേർട്ടാണ്. മധ്യ മഹാരാഷ്ട്രയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൊങ്കൺ മേഖലയിൽ മഴ തുടരുന്നുണ്ടെങ്കിലും ട്രെയിൻ ഗതാഗതത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല. 24 മുംബൈ. വിഭജന ഭീതി ദിനാചരണം നടത്തരുത് എന്ന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി സാങ്കേതിക സർവകലാശാല VC. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം കലാലയങ്ങൾക്ക് കൈമാറിയതിൽ ഡീൻ അക്കാഡമിക്സിനോടാണ് VC ഡോക്ടർ K ശിവപ്രസാദ് വിശദീകരണം തേടിയത്. ചാൻസലറായി ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് കാട്ടി താൽക്കാലിക വൈസ് ചാൻസലർ K ശിവപ്രസാദ് ആദ്യം സർക്കുലർ അയച്ചിരുന്നു. സാങ്കേതിക സർവകലാശാല PRO വഴിയായിരുന്നു ഈ സർക്കുലർ. പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടത്. കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് കാട്ടി എല്ലാ സർവകലാശാലകൾക്കും മന്ത്രി അറിയിപ്പ് നൽകി. ഈ അറിയിപ്പ് സർവകലാശാല ഡീൻ അക്കാദമിക് കോളേജുകൾക്ക് കൈമാറി. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് കോളേജുകൾക്ക് കൈമാറിയതിനാണ് താൽക്കാലിക VC K ശിവപ്രസാദ് ഡീൻ അക്കാദമിക്കിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. 5 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. രജിസ്ട്രാർക്കാണ് ഇത്തരത്തിൽ കോളേജുകളുമായി ആശയവിനിമയം നടത്താനുള്ള അവകാശമെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ PRO ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ അയച്ചതിൽ VC അനുകൂലമാണെന്നതാണ് വിരോധാഭാസം. 24 തിരുവനന്തപുരം. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ RSSനെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നാണ് വിമർശനം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളും കുടുംബവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. കേസുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചതായി കന്യാസ്ത്രീകളുടെ കുടുംബം അറിയിച്ചു.
ഞങ്ങളുടെ ആശങ്ക രാജീവ്ജിയായിട്ട് ഞങ്ങൾ പങ്കുവച്ചു. കാരണം ഇനിയുള്ള കേസിൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ ടെൻഷനും എല്ലാം അദ്ദേഹമായിട്ടൊന്ന് പങ്കുവച്ചു. അദ്ദേഹത്തിനെ ഒന്ന് കാണണം, ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നന്ദി പറയണം. ജയിൽ മോചനം തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കാനില്ല എന്ന നടി ഭാവന. താൻ അമ്മയിൽ അംഗമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയില്ലെന്നും ഭാവന പ്രതികരിച്ചു. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം, വേറൊരു സാഹചര്യത്തിൽ സംസാരിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ബിക്കോസ് ഞാനിപ്പോൾ അമ്മയിലെ ഒരു മെമ്പർ അല്ല. സോ ഐ തിങ്ക് വേറെ നമുക്ക് അതിന് ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിക്കാം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ചുള്ളിയിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീണു. ആർക്കും പരിക്കില്ല. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് മിഥില, ആളുകളാരും കുഞ്ഞുങ്ങളാരും അവിടെ ഉണ്ടാകാതിരുന്ന ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, രാവിലെ 9:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് ഈ അങ്കനവാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ അങ്കനവാടിയുടെ ഉൾവശത്തേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, കുട്ടികൾ ഈ അങ്കനവാടിയിൽ എത്തുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ മുകൾ വശത്തെ റൂഫിൻ്റെ വശത്തെ കോൺക്രീറ്റ് പൂർണ്ണമായും ഈ ഒരു ഭാഗത്തേത് പൂർണ്ണമായും തകർന്ന് താഴോട്ട് വീഴുകയായിരുന്നു. ഈ കുട്ടികളൊന്നും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ പ്രദേശവാസികൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര മണിക്കാണ് ഈ അപകടം ഉണ്ടായത്? രാവിലെ ഒരു 9:30 മണിക്ക് 10 മണിയുടെ ഉള്ളിൽ ടീച്ചറും കുട്ടികളും വന്ന് ഡോർ തുറക്കുന്ന പാടന്നെ ഈ ഒരു വിഷയം കാണുന്നത്. ടീച്ചർ ഇരിക്കുന്ന സ്ഥലത്ത് എന്താ പറയുക, ചെറിയ കുട്ടികൾ ഇരിക്കുന്ന ചെയറിൽ ഇതിന് ചുറ്റുഭാഗം ഇത് 40 ലക്ഷം ഉറുപ്പ്യക്ക് 12 വർഷം മുന്നേ എടുത്ത ഒരു അംഗനവാടിയാണ്. 40 ലക്ഷം ഉറുപ്പ്യക്ക് ഉള്ളതാണോ അല്ലേ ഏതൊരു വ്യക്തികൾക്കും നോക്കിയാൽ അറിയാം. 28ൻ്റെ റൂമാണ്. ചുറ്റുഭാഗവും ഈ ഒരു കംപ്ലൈൻറ്റും ഇതിനു മുന്നേ കൗൺസിലറോട് അറിയിച്ചിട്ടും ഇത്തരത്തിൽ പാളി അടർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നോ മുന്നേ? ഇതിൻ്റെ ചുറ്റുഭാഗം തന്നെ ഒരുപാട് പ്രോബ്ലം കാര്യങ്ങളുണ്ടായിട്ട് പല പ്രാവശ്യമായിട്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം ഇവിടെയുള്ള ടീച്ചർ 2 മാസമായിട്ട് വന്നിട്ടുള്ളൂ. പിഞ്ചുമായി മക്കളോടാണ് ഇത്ര ഒരു ക്രൂരത നമ്മുടെ വാർഡ് കൗൺസിലൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിൻ്റെയൊക്കെ കാര്യത്തിലൊന്ന് ഇടപെടണമെന്നും ഈ നാട്ടിൽ സ്ത്രീകളടക്കം. മഴയുള്ള ഒരു സമയമായിരുന്നു രാവിലെ ഇന്ന് മഴയൊന്നുമില്ല. ഇന്നലെ ആഗസ്റ്റ് 15 പരിപാടി കുട്ടികളും ഫുള്ള് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒഴിവുണ്ട്. ഇത്രയും ഈ ടൈമായിട്ട് പോലും ഒന്ന് കൗൺസിലർക്ക് വന്ന് നോക്കാൻ പോലും ഒഴിവില്ല. ഇവർക്ക് മക്കൾക്ക് പറ്റിയ ശേഷമാണെങ്കിലും അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു 10-200 വീടുകളുണ്ട്. അതിലുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ആശ്രയിച്ച് ഈ ഒരു അംഗനവാടിയെ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ അത്രയും വളരെ ഒരു ദയനീയാവസ്ഥ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ചാനലുകാരനെ അങ്ങോട്ട് നിൽക്കണതാണ് നന്നാവുക. കാരണം അത്രയും ഇനിയും ഒരുപാട് വീഴാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനിപ്പോൾ ഒരു 40 ലക്ഷം ഉറുപ്പ്യാണ് ഇതിനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നാക്കാൻ വെറും വരുന്നത് ഒരു 20-10 ഉള്ളൂ. അത് 200 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ സംഗതി. ആകെയുള്ള നെയ്സറി. ഇതിനാണ് ഇപ്പോൾ 40 ലക്ഷം ഉറുപ്പ്യ പാസ്സായിക്കണമെന്ന് കോർപ്പറേഷനും ഒരു വോയിസ്, അത് ആരാണെന്നുള്ളത് അറിയില്ല. വോയിസ് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സുകളെ എൻ്റെ മക്കളടക്കം പഠിച്ച ഇതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെ മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ചിട്ട് ഇതുവരെ അതിനൊരു നടപടി എത്രയോ പ്രാവശ്യം 3 ടീച്ചർമാർ മാറിപ്പോൾ ഈ ടീച്ചർമാരെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായ സമയത്ത് വേണ്ട സുരക്ഷ ഒരുക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അത്തരമൊരു നടപടി ഉണ്ടായില്ല എന്ന ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, കുട്ടികളോ അല്ല ടീച്ചർമാർ ആരും ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വിജയകുമാർ, ദൃശ്യങ്ങളിൽ വ്യക്തമാണത്. ടീച്ചറൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കൃത്യമായി ആ കോൺക്രീറ്റ് പാളി ഇളകി വീണിട്ടുണ്ട്. കുഞ്ഞുങ്ങളും ടീച്ചറും ഒന്നും എത്താത്ത സമയമായതുകൊണ്ടാണ് ഒരു അപകടം ഒഴിവായത്. അത്രയ്ക്ക് ആശ്വാസം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ബംഗളൂരു ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ 12കാരന് പരിക്ക്. സഫാരി ജീപ്പ് പിന്തുടർന്ന പുലി കുട്ടിയുടെ കയ്യിൽ ആക്രമിക്കുകയായിരുന്നു. വാഹനങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ വനമന്ത്രി ഈശ്വര ഖാൻഡ്രെ നിർദ്ദേശം നൽകി. ബൊമ്മസാന്ദ്ര സ്വദേശിയായ 12കാരൻ സുഹാസിനെയാണ് പുള്ളിപ്പുലി ആക്രമിച്ചത്. വീട്ടുകാർക്കൊപ്പം സഫാരി ജീപ്പിൽ പാർക്ക് ചുറ്റിക്കാണുകയായിരുന്നു സുഹാസ്. പുള്ളിപ്പുലിയെ കണ്ടതോടെ ജീപ്പ് നിർത്തി. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പുലി ജീപ്പിലേക്ക് പാഞ്ഞെടുത്തു. ജനാല വിടവുകൾക്കിടയിലൂടെ സുഹാസിന്റെ കയ്യിൽ നഖം കൊണ്ട് ആക്രമിച്ചു.
ജീപ്പ് വേഗം മുന്നോട്ടെടുത്തപ്പോൾ പുലി പിന്നാലെ പായുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുട്ടിയുടെ കയ്യിൽ ചെറിയ മുറിവേറ്റിട്ടുണ്ട്. ചികിത്സ തേടിയ ശേഷം സുഹാസ് വീട്ടിലേക്ക് മടങ്ങി. സഫാരി വാഹനങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും സഫാരി ടിക്കറ്റുകളിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്നും വനം പരിസ്ഥിതി മന്ത്രി ഈശ്വര ഖാൻഡ്രെ നിർദ്ദേശിച്ചു. 24 ചെന്നൈ. വീണ്ടും വിദ്വേഷ പരാമർശവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ ഒരു ഈഴവ MLA മാത്രമാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാം കുരിശിന്റെ വഴിയെ പോകുന്നവരാണ്. തന്നെ കത്തിച്ചാലും പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. സമുദായത്തിനു വേണ്ടിയാണ് എല്ലാം പറയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഞാൻ മതസൗഹാർദ്ദം തകർത്തു, ഞാൻ വർഗീയത പറഞ്ഞു. യഥാർത്ഥത്തിൽ വർഗീയതയുടെ വിഷം തുപ്പുന്ന ആരാണ്? ലീഗല്ലേ. അവിടെ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്, മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അവരാണ് മതേതരത്തിൽ നാഴിക്ക് 4 വട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കബളിപ്പിച്ച് അവരുടെ താളത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരിത്രം. എന്നിട്ട് എന്നെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തെ അവർ കത്തിച്ചു. മലപ്പുറം ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല. ശമ്പളമില്ലെന്ന് ആരോഗ്യമന്ത്രിയോട് പരാതി പറഞ്ഞ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ഇന്നും പ്രതിഷേധം. യൂത്ത് ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ ദിവസം മന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് ജീവനക്കാർ ആരോഗ്യമന്ത്രിയോട് പരാതി പറഞ്ഞത്. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയെ എതിർത്ത പ്രതിഭാഗം. തുടരന്വേഷണത്തിന് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ PP ദിവ്യ വാദിച്ചു. കേസ് വിശദമായ വാദത്തിന് ഈ മാസം 23 മാറ്റി. ഹർജിയുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജിയാണെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ K വിശ്വൻ പ്രതികരിച്ചു. പ്രതിക്ക് അനുകൂലമായി പോലീസ് അന്വേഷണം എന്നായിരുന്നു കുടുംബം ഹർജിയിൽ വാദിച്ചത്. യഥാർത്ഥത്തിൽ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ സമർപ്പിച്ച ഒരു ഹർജി മാത്രമാണത്. ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2 തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ്. അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അവരുന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ PP ദിവ്യയുടെ നിരപരാധിത്വം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്തിൽ മുഖ്യപ്രതിയിലെ കടുത്ത നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന കൊച്ചി വാഴക്കല സ്വദേശിയെ ലക്ഷ്യമിട്ടാണ് അന്വേഷണം. ഇയാളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും NCB തുടങ്ങി. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസിലെ മുഖ്യപ്രതി മറ്റൊരാൾ ആണ് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കൊച്ചി വാഴക്കാല സ്വദേശിയാണ് ഇയാൾ. ലഹരിക്കച്ചവടത്തെ നിയന്ത്രിച്ചിരുന്നത് ഇയാളാണെന്നും NCB കണ്ടെത്തി. കെറ്റാമെലോൺ എന്ന പേര് എഡിസന് നൽകിയതും ഇയാളാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇയാൾ ലഹരിക്കച്ചവടം നിയന്ത്രിച്ചത്. ലഹരിക്കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം ബിറ്റ്കോയിനാക്കി മാറ്റിയിരുന്നത് നിലവിൽ ഓസ്ട്രേലിയയിലുള്ള പ്രതിയാണെന്നും എഡിസൺ മൊഴി നൽകി. ഈ സാഹചര്യത്തിലാണ് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ NCB ആരംഭിച്ചത്. 24 കൊച്ചി. തിരുവനന്തപുരം നന്ദിയോട് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് മദ്യം നൽകിയെന്ന ആരോപണം. SKV HSS സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് മദ്യം കണ്ടെത്തി. സംഭവത്തിൽ SFIക്കെതിരെ ആരോപണവുമായി KSUവും ആരോപണം നിഷേധിച്ച് SFIയും രംഗത്തെത്തി. വ്യാഴാഴ്ച നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെയാണ് സ്കൂൾ പരിസരത്ത് നിന്ന് ബാഗിൽ കുപ്പി കണ്ടത്. KSU പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് ബാഗ് പരിശോധിച്ച് കുപ്പി കണ്ടെത്തി. വോട്ട് ഫോർ SFI എന്നെഴുതി 100 രൂപ വീതം വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നും KSU പരാതിപ്പെട്ടു. രേഖാമൂലം പരാതി ലഭിച്ചില്ലെന്നും കുപ്പി കണ്ടെടുത്ത ബാഗ് വിദ്യാർത്ഥിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും പോലീസ് പറയുന്നു. ആരോപണം സ്കൂൾ അധികൃതരും നിഷേധിച്ചു. സ്കൂളിൽ ആരും മദ്യപിച്ചെത്തിയിട്ടില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും അധികൃതർ പറഞ്ഞു. SFIയും ആരോപണം നിഷേധിച്ചു. എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് KSUവും വ്യക്തമാക്കി.
24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. മരം മുറിച്ചതിൽ MR അജിത് കുമാറിന് പങ്കില്ല എന്നാണ് പറയുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇത് MR അജിത് കുമാറിനെതിരെ ഉയർന്ന മുഴുവൻ ആരോപണങ്ങളും തെളിവില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് തള്ളുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് കോടതി നിരാകരിക്കുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ വീണ്ടും ഇതിൽ മൊഴി രേഖപ്പെടുത്തിയ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ADGPക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് വിജിലൻസ് തയ്യാറാക്കിയതെന്ന് ഇത് വായിക്കുമ്പോൾ വ്യക്തമാകും. ഇതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് റിനു? വിജയകുമാർ, അനധികൃത സ്വത്ത് സമ്പാദനമടക്കം മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ തേക്കുമരം മുറിച്ചതിലടക്കം MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് DGP വഴി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തിരുന്നു. അതായത് മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദത്തിൽ MR അജിത് കുമാറിന് പങ്കില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. നിയമപരമായി ലേലം ചെയ്ത ഈ മരം മുറിച്ചു മാറ്റിയത് എന്നുള്ളതാണ് വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ പറയുന്നത്. ഒപ്പം ചില കേസുകൾ ഒത്തുതീർക്കുന്നതിന് വേണ്ടി ഷാജൻ സ്കറിയയിൽ നിന്ന് MR അജിത് കുമാർ പണം വാങ്ങിയെന്ന് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കൃത്യമായി തന്നെ ഇത് അന്വേഷിച്ചു. ഇതിലും തെളിവുകളൊന്നും തന്നെ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞു പോകുന്നത്. ഒപ്പം പല ആരോപണങ്ങളാണ് PV അൻവർ മുന്നോട്ട് വെച്ചത്. ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ തെളിവ് നൽകുവാൻ PV അൻവറിന് ആയിട്ടില്ല. ഒപ്പം തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസിനുമായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചു പോകുന്നത്. മറ്റൊന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിന് എതിരെ ഉന്നയിച്ചിരുന്നു PV അൻവർ. അതിൽ തന്നെ ഒരു അന്വേഷണത്തിലും അത്തരമൊരു ആരോപണം സാധൂകരിക്കുന്ന തരത്തിൽ തെളിവുകൾ കണ്ടെത്തുവാനോ PV അൻവറിന് തെളിവുകൾ നൽകുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ച് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, PV അൻവറിന്റെ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, കവടിയാറിലെ 7 കോടിയുടെ വീടെന്ന ആരോപണം. കവടിയാറിൽ 7 കോടിക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പരാതിക്കാരന്റെ ആരോപണം ശരിയല്ല എന്നും കൃത്യമായും വ്യക്തമായും ഈ റിപ്പോർട്ടിലുണ്ട്. വീട് നിർമ്മാണത്തിനായി അജിത് കുമാർ SBIയിൽ നിന്ന് 1.5 കോടി രൂപ ലോൺ എടുത്തു എന്നുള്ളതും കൃത്യമായി തന്നെ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ട്. MR അജിത് കുമാർ ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല എന്നുള്ള ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. വിജിലൻസ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളുകയും നേരത്തെ ചെയ്തിരുന്നു. ഇനി കോടതി നേരിട്ട് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം 30-ന് ഈ പരാതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഹർജിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് നാഗരാജുവിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കോടതി റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകുന്നത്. കവടിയാറിലെ 7 കോടിയുടെ വീട് എന്ന ആരോപണം, അതിൽ 7 കോടിക്ക് 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടില്ല എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. പരാതിക്കാരന്റെ ആരോപണം ശരിയല്ല. വീട് നിർമ്മാണത്തിനായി അജിത് കുമാർ SBIയിൽ നിന്ന് 1.5 കോടി ലോൺ എടുത്തു തുടങ്ങി വിജിലൻസിന്റെ കണ്ടെത്തലും ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. നമുക്ക് ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.